പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങളുടെ പ്ലാൻ എന്താണ്? അതായത് ഒരു A+ അല്ലെങ്കിൽ ഒരു ഫുൾ മാർക്ക് ഒക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഒരു തിത്തൈ കാണിച്ചിട്ട് തലകുത്തി മറിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുള്ള ഒരു പ്ലാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അതായത് ഇംഗ്ലീഷ് എക്സാമിന് സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 3 കാര്യങ്ങൾ റെഡി ആയാൽ നമുക്കൊരു ഫുൾ മാർക്ക് A+ ഒക്കെ അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഒരു സ്കോറിലേക്ക് എത്താൻ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് ചാപ്റ്റർ സമ്മറിയാണ്. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ഒരു അവസാന നിമിഷത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചാണ്. നിങ്ങൾക്കറിയാലോ, നമുക്കൊരു 16ഓളം ചാപ്റ്ററുകൾ പഠിക്കാനാണ് 5 യൂണിറ്റിനായിട്ട്. അപ്പോൾ ഈ 16 ചാപ്റ്ററുകളെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല, ഓർത്തു വെക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള ഒരു പരിചയം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് സമ്മറി പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് വരുന്നതാണ്, നമ്മളോട് ഒരിക്കലും ചാപ്റ്റർ സമ്മറി നേരിട്ട് എഴുതി വെക്കാൻ ചോദിക്കില്ല. ഇനി നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യത്തിന് നിങ്ങളൊരു ചാപ്റ്റർ സമ്മറി ഉത്തരമായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കും കിട്ടില്ല. നമ്മൾ ഡിസ്കോസുകളാണ് രണ്ടാമതായിട്ട് പഠിക്കേണ്ടത്. ഓരോ ഡിസ്കോസിൻ്റെയും ഫോർമാറ്റും പഠിക്കണം. അത് ഏതൊക്കെ ചാപ്റ്ററിന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം ഒരു ധാരണയും വേണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് വരുന്ന ഒരു സാധനമാണ് ഗ്രാമർ. ഗ്രാമർ +1 കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മാർക്കിന് ചോദിക്കും കേട്ടോ. അതായത് നമുക്കൊരു 12 മാർക്കിന് മുതൽ 15 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അങ്ങോട്ട് കുറയാനും സാധ്യതയുണ്ട്, ഒരു 10 മാർക്കിന് വരെ കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് നമ്മളൊരു 2017 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം +1 ഒരു ഇത്തിരിയും കൂടെ ഗ്രാമർ ടോപ്പിക് വൈസ് ആണെന്നുണ്ടെങ്കിലും മാർക്ക് വൈസ് ആണെങ്കിലും കുറച്ചുകൂടെ ഒരു പോർഷൻസ് വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ +2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മളൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ A+ ആണെങ്കിലും ഫുൾ മാർക്ക് ആണെങ്കിലും നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. അതിപ്പോൾ നിങ്ങൾ ഏത് ലെവലിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസാന നിമിഷത്തിൽ, ഈ ഒരു അവസാന 3-4 ഡേയ്സിൽ എങ്ങനെയാണ് നമ്മൾ തലകുത്തി മറിയേണ്ടത് എന്നുള്ളതിൻ്റെ പ്ലാനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് 16 ചാപ്റ്റേഴ്സാണ് 5 യൂണിറ്റിനായിട്ട് പഠിക്കാനുള്ളത്. ഏകദേശം ഒരുപാടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് മാത്രം റെഫർ ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ആവശ്യമാണ്. പ്ലസ് നമുക്ക് ഓരോ ചാപ്റ്ററിനും എന്താണ് അതായത് ഇപ്പോൾ 2017 തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും റെഫർ ചെയ്യുന്ന സമയത്ത് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്കൊരു ചാപ്റ്ററിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു 10-15 പോയിന്റുകളാണ് ശരിക്കും ഈ ഷോർട്ട് സമ്മറി കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ടുള്ള നോട്ടുകൾ ഞാൻ ഓൾറെഡി ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അവൈലബിൾ ആണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഓരോ ഡിസ്കോസിനും ഫോർമാറ്റ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ഡിസ്കോസുകളുടെ ഫോർമാറ്റ് പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് പഠിച്ചൊരു സാധനമാണ് പോം കമ്പാരിസൺ എന്ന് പറയുന്നത്. റെസ്യൂമെ എഴുതാൻ വേണ്ടിയിട്ട്, ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരുപാട് പുതിയ ഡിസ്കോസുകൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും കൃത്യമായ ഫോർമാറ്റ് പഠിക്കലാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്, ഇത്രയും ഗ്രാമർ ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. റിപ്പോർട്ടർ സ്പീച്ച്, എഡിറ്റിംഗ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഹോമണിംസ്, ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, ഓക്സിലറി വെർബ്സ്, preposition, tenses, adjectives, if clauses and had betters, cohesive device and adjectives നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. ഇത്രയും ഗ്രാമർ ടോപ്പിക്സ് ഒറ്റയടിക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത്രയുമാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ത്രൂ ഔട്ട് റെഫർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും എല്ലാ ഗ്രാമർ ടോപ്പിക്സും വരുന്നില്ല. പക്ഷെ നമുക്ക് ഒരു മാർക്കും കളയണ്ട എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഗ്രാമർ ഒരു തേങ്ങ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും നമുക്ക് ഇതിൻ്റെ റൂൾസും പഠിക്കാം, അതിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്യാം. നമുക്ക് അതിൽ ആവശ്യത്തിന് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ തലകുത്തി മറിയേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. എന്നാൽ നമ്മൾ ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും ഇത്രയൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിലും എക്സാം ഹോളിലേക്ക് ചിലപ്പോൾ നമുക്ക് നമ്മൾ ടൈമിനെ മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കയ്യിൽ നിന്ന് പോകും, ഇതൊക്കെ വെള്ളത്തിലാവും. അതുകൊണ്ട് നമ്മൾ എക്സാം ഹോളിലെയും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും ഇത് ഒരു 50-50 ആണ്, അല്ലെങ്കിൽ ഒരു 70-30 എന്ന് പറയാം. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതും നമുക്ക് ഒരുപാട് മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. എക്സാം ഹോളിൽ നമ്മൾ എങ്ങനെയാണ് കുറച്ചുകൂടെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്താണ് അവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്നുള്ളത് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂപോർട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിന്, ഈ ഒരു 3 പ്രശ്നങ്ങൾ, ചാപ്റ്റർ സമ്മറി, ഡിസ്കോസസ് ആൻഡ് ഗ്രാമർ, ഈ 3 പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 24-നാണ് ഞാൻ ഈ വീഡിയോ, ഇപ്പോൾ ഏകദേശം സമയം 5:30 ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് 7 മണിക്ക്, അതായത് രാത്രി 7 മണിക്ക് നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും സമ്മറി ഞാനും അർണിത മിസ്സും ഒരു ലൈവ് സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും കൃത്യമായുള്ള സമ്മറി, അതിൽ എക്സാം പോയിന്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്ത് കളയാം. ഇനി മാർക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മളത് പഠിക്കുകയും വേണം.
പക്ഷേ 25-ാം തീയതി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെ ഇതേ സമയം തന്നെ 7 മണിക്ക് രാത്രി 7 മണിക്ക് കംപ്ലീറ്റ് ഗ്രാമറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം 12 to 13 ഗ്രാമർ ടോപ്പിക്സ് വരുന്നുണ്ട്. ഇതുവരെയായിട്ട് നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഈ ഒരൊറ്റ ലൈവ് കൊണ്ട് എന്താ പറയുക പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ +2 ഗ്രാമർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് അത്ര സില്ലി ആണെന്നല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഒരു 3 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഗ്രാമറിലുള്ള ഒരു മാർക്കും എവിടെയും പോകില്ല. ഇനി 26-നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം നമ്മൾ പരിഹരിക്കുന്നത്. അതായത് ചാപ്റ്റർ സമ്മറി പഠിച്ചു, ഇനി നമ്മൾ അതിൻ്റെ ഡിസ്കോസുകളാക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കോസുകളുടെ ഫോർമാറ്റും ഒക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അതും 7 മണിക്ക് തന്നെയാണ്. ഇനി 27-ാം തീയതി അതായത് നമ്മുടെ എക്സാമിൻ്റെ തലേ ദിവസം ഈ പഠിച്ചിട്ടുള്ള ഗ്രാമറും ചാപ്റ്റർ സമ്മറിയും ക്വസ്റ്റ്യൻസും അതും ഇതും തേങ്ങയും മാങ്ങയും എല്ലാം കൂടെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മളോട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ, അതായത് പ്രീവിയസ് ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നമ്മളൊരു ഷ്യൂർ ക്വസ്റ്റ്യൻസ് ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സമ്മറിയും ഡിസ്കോസും ഗ്രാമറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് തലേ ദിവസം നമ്മൾ പ്രിപ്പയർ ആവാൻ പോകുന്നത്. ഇനി രാവിലെ അതായത് എക്സാമിൻ്റെ ദിവസം 28-ാം തീയതി 7 മണിക്ക് നമ്മൾ വേറെ ഒരു ലൈവ് ചെയ്യുന്നുണ്ട്. ആ ദിവസം എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുന്നേ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് പൊടി തട്ടലുമായിട്ട് 28-ാം തീയതി രാവിലെ 7 മണിക്ക് നമ്മൾ അങ്ങനെ ഒരു ലൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മളൊരു റോക്കറ്റ് റിവിഷൻ എന്നുള്ള പേരിൽ ഒന്ന് ഓടിച്ചു നോക്കാം. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്ന് എക്സാം ഹോളിലേക്ക് പോകുന്നത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു സ്ലൈഡിലിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ വിശദമായുള്ള പ്ലാൻ. അപ്പോൾ എങ്ങനെയാണ് തലകുത്തി മറിയേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി മറയൽ നിങ്ങളുടെ ഭാഗത്തുനിന്നാണ്. അപ്പോൾ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഐ ആം റെഡി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും എനിക്കറിയാം റെഡി ആയ ആൾക്കാർക്ക് അത് മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിലേ നിങ്ങൾ പരമാവധി പേരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളവർക്കും കൂടെ കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ. സോ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പം നിങ്ങൾ നമ്മുടെ ലൈവ് സെഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ലൈവിൻ്റെ ലിങ്ക് കാണും. അത് ഇപ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ, ഇപ്പോഴേ ഒന്ന് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ലൈവിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. യൂസ്ഫുൾ ആയും. ആ ഒരു സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ഹറിബറിയിലോ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് തിരക്കലോ അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോവുകയൊക്കെ ചെയ്യാം, മനുഷ്യന്മാരല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ റിമൈൻഡറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് ലൈവിന് വന്നോളാം. നമ്മൾ ഈ ഒരു പ്ലാൻ പ്രകാരം പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്യാരണ്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ 100% ഉറപ്പ് പറയുന്ന ഒരു കാര്യം, നമുക്ക് ഈ പറഞ്ഞ എക്സാമിന് ഒരു A+ കൂടുതൽ അല്ലെങ്കിൽ ഒരു ഫുൾ മാർക്ക് വരെ നമുക്ക് കൂളായിട്ട് വാങ്ങിച്ചെടുക്കാം. അതായത് ഒന്നും ഇതുവരെയായിട്ട് നിങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ലെവലിലേക്ക് കൂളായിട്ട് എത്താൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നടക്കട്ടെ. ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മുടെ പ്ലാനും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൂടി ചേർന്നാൽ നമുക്ക് ഇപ്രാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു, ബൈ.